ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റേഷൻ അരി കൊണ്ടുള്ളൊരു കപ്സയാണ് കേട്ടോ. കപ്സ റൈസാണ്. അതിന് വേണ്ടിയിട്ടൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. 2 പീസ് പട്ട, കുറച്ച് കുരുമുളക്, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം അതിലോട്ട് ആഡ് ചെയ്യണം. ശേഷം കനം കുറഞ്ഞരിഞ്ഞ സവാള ആഡ് ചെയ്ത് നന്നായി വഴറ്റി കൊടുക്കണം. വഴന്നു വന്നതിന് ശേഷം ഒരു മിക്സിയിൽ 3 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ളൊരു ഇഞ്ചി കഷ്ണം എല്ലാം കൂടെ ഇട്ട് നന്നായി പേസ്റ്റാക്കിയിട്ട് അതുകൂടെ കുക്കറിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ 3 നാഴി അരിക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത്. സവാള 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഒരു മാഗി ക്യൂബ് ആഡ് ചെയ്യുക. ശേഷം കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഗരം മസാല, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാ, ഒരു പിഞ്ച് മതി, കൂടി പോകരുത് മഞ്ഞൾപ്പൊടി. പിന്നെ കപ്സ മസാല അല്ലെങ്കിൽ മന്തി മസാല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറബിക് മസാല കൂടി ആഡ് ചെയ്യണം. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ശേഷം കുറച്ച് തൈര് ആഡ് ചെയ്യണം. തൈര് എന്തായാലും ആഡ് ചെയ്യണം. തൈര് ഈ റൈസിന് നല്ലൊരു ടേസ്റ്റ് തരുന്നതാണ്. ഈ തൈര് ആഡ് ചെയ്യുമ്പോൾ പാകത്തിന് ഉപ്പ് ചേർക്കുക. കഴുകി വാർത്ത് വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് ടൈം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഫുൾ ഫ്ലെയിമിലിട്ട്. അതിൻ്റെ മുകളിൽ ലിഡ് ലോക്ക് ചെയ്യാതെ വെറുതെ അങ്ങനെ മൂടി കൊടുത്തിട്ടുണ്ട്. ഈ റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുഴുങ്ങല്ലരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അരിയുടെ ഇരട്ടി വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുക്കറിലുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ലിഡ് ലോക്ക് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കണം. ഒരു പിടി മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് റൈസിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഉപ്പ് ആഡ് ചെയ്യണം. പച്ചമുളക് അങ്ങനെ ആയിട്ടുള്ള പച്ചമുളക് ഒരു 4-5 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം കുക്കറിലേക്ക് ആഡ് ചെയ്യുക. ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം. വെള്ളം നന്നായി തിളച്ച് വരണം. ശേഷം കഴുകി വാർത്ത് വെച്ച അരി നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്യാം. അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതും തിളച്ചതിന് ശേഷം മാത്രമേ ലിഡ് ലോക്ക് ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അരിയും വെള്ളം കൂടിയിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ കുറച്ച് ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ചേർക്കുന്നത് റൈസിന് നല്ല ടേസ്റ്റ് തരും.
എല്ലാവരും ഒന്ന് ക്യാപ്സിക്കം മിസ് ചെയ്യാതെ ഇടണം. ലിഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വരെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.